സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രശ്മി കാർത്തികയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ. രശ്മി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മഴ ശക്തമായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് ചില ജില്ലകളിൽ ആ ഒരു മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശം. ഏതൊക്കെ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്? ഗുഡ് മോർണിംഗ് രജനി. സംസ്ഥാനത്ത് വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം, തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ കാലവർഷം എത്തിയതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ അത്തരത്തിലുള്ളൊരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി മഴ വ്യാപകമായേക്കും. മാത്രമല്ല തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. കാലവർഷവും എത്തിയിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ കാലവർഷം കൂടുതൽ സജീവമാകാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ മീൻപിടുത്ത തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത. 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരും എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ മീൻപിടുത്ത തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ളതാണ് ഈ ഒരു മുന്നറിയിപ്പിൽ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സംസ്ഥാനത്തൊക്കെ ഉൾപ്പെടെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മഴ കൂടുതൽ സജീവമാകുന്നതോടുകൂടി ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ അതൊക്കെ വലിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇല്ല. പക്ഷേ ഇനിയും മഴ കൂടുതൽ സജീവമാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. പക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകരുതൽ നടപടികൾ ഇപ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ട മറ്റൊരു കാര്യം. ഏതായാലും വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ മുന്നറിയിപ്പിൽ പറയുന്നത്. രജനി, ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ജനങ്ങൾ പാലിക്കണമെന്നാണ് പറയാനുള്ളത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഇടുക്കിയിലെ മഴ വാർത്തകളിലേക്ക് പോകാം. കനത്ത മഴയിൽ ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. വെള്ളിയാമറ്റത്ത് 2 ക്യാമ്പുകൾ തുറന്നു. മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ 2 മീറ്റർ വീതം തുറക്കും. ഡാമിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഇടുക്കിയിൽ ദുരിതപ്പെയ്ത്ത്. ഇപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ ക്യാമ്പുകളടക്കം തുറന്നിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നു. എന്താണ് ഇപ്പോൾ നിലവിൽ ഇടുക്കിയിലെ മഴയുടെ ഒരു സ്ഥിതി? നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ വൈകുന്നേരം 3 മണിയോടുകൂടി ആരംഭിച്ച മഴ ഏകദേശം 8 മണി വരെ നീളുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമായും മൂലമറ്റം, അതുപോലെ തന്നെ ഉടുമ്പന്നൂർ ഉൾപ്പെടെയുള്ള മേഖലയിലാണ് ഈ വ്യാപകമായ മഴയുണ്ടായത്. അതിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായിരിക്കുന്നത്. വ്യാപകമായ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായി. ഇതേ തുടർന്ന് വലിയ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ മണ്ണെല്ലാം എടുത്തു നീക്കി റോഡിലൂടെ ഉള്ള ഗതാഗതം എല്ലാം തന്നെ നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമായും തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ മലയോര മേഖലയിലൂടെ ഇന്ന് യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പകൽ ഇന്നലെ ഉണ്ടായ മഴയിൽ ഇന്നും ഈ വലിയ മൺമരങ്ങൾ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. പല പ്രദേശങ്ങളിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വച്ചിട്ടുണ്ട്. കൂടാതെ 2 ക്യാമ്പുകൾ നിലവിൽ ഈ വെള്ളിയാമറ്റം വില്ലേജിൽ തുറന്നിട്ടുണ്ട്. ഒന്ന് സെന്റ് ജോസഫ് LP സ്കൂൾ പന്നിമറ്റം, അതുപോലെ തന്നെ വെള്ളിയാമറ്റം ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് 2 ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. ഇവിടെ ഈ സെന്റ് ജോസഫ് LP സ്കൂളിൽ 4
കുടുംബങ്ങളും അതുപോലെ തന്നെ വെള്ളിയാമറ്റം ക്യാമ്പിൽ 3 കുടുംബങ്ങളുമാണ് ഉള്ളത്. ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ മുട്ടത്ത് ക്യാമ്പ് ചെയ്ത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. നിലവിൽ ഇന്നലെ ഈ ഉണ്ടായ ശക്തമായ മഴയിൽ ഈ മൂലമറ്റം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ഏതാനും വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ വെള്ളം കയറിയ വീടുകളിൽ നിന്നെല്ലാം തന്നെ വെള്ളം തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വെള്ളം തിരിച്ചിറങ്ങിയിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ മേഖലയിലെല്ലാം തന്നെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അതോടൊപ്പം നിലവിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്നുള്ളത് ഈ മലങ്കര ഡാം സംബന്ധിച്ചാണ്. മലങ്കര ഡാമിന്റെ സംഭരണ ശേഷിയോട്, അതായത് 41.00 മീറ്റർ ആണ് ഈ മലങ്കര ഡാമിന്റെ സംഭരണ ശേഷി. നിലവിലിപ്പോൾ 40 മീറ്ററോളം വെള്ളം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷട്ടർ, മലങ്കര ഡാമിലെ ഷട്ടർ വീണ്ടും ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. 5 ഷട്ടറുകൾ 1.5 മീറ്റർ വീതം കൂടി ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംഭരണ ശേഷി അടുക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വെള്ളം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വെള്ളം തുറന്നു വിടുന്നത്. അതുകൊണ്ട് തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ നദീതീരങ്ങളിൽ താമസിക്കുന്ന അതീവ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇടുക്കി ജില്ലയുടെ എല്ലാ മേഖലകളിൽ നിന്നും മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഇടുക്കിയിൽ ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്, മഴ ഇല്ല എന്നാണ് സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു മലയോര മേഖലയാണ്. ഈ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ലയങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവർ, തീരപ്രദേശത്ത് ശ്രമിക്കണം. ഈ മലയോര മേഖലകളിലുള്ളവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. ഈ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്ന മുന്നറിയിപ്പുകളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കണം. അതിനിടയിൽ തന്നെ ഈ ഡാമുകൾ തുറക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്.